സോക്കറ്റുകളും പലതരമുണ്ട്. ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സോക്കറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ സോക്കറ്റ് എന്ന് പറയും, ഡ്യൂപ്ലെക്സ് സോക്കറ്റ് അല്ലെങ്കിൽ ട്വിൻ സോക്കറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ പവർ സോക്കറ്റ്, പിന്നെ സ്വിച്ചും കൂടി ഇൻബിൽഡ് കൺട്രോൾ സ്വിച്ചുള്ള സ്വിച്ച് സോക്കറ്റ്, വെതർ പ്രൂഫ് ടൈപ്പ് സോക്കറ്റ്. അതിന് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്ന IP5566. അപ്പോൾ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്ത് കാണാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിത് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ബേസിക്കലി ഫസ്റ്റ് നമ്പർ ഡിനോട്ട്സ് പ്രൊട്ടക്ഷൻ ഫ്രം സോളിഡ് ആൻഡ് സെക്കൻഡ് നമ്പർ ഡിനോട്ട്സ് പ്രൊട്ടക്ഷൻ ഫ്രം വാട്ടർ. അപ്പോൾ IP65 എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അടിപൊളി സാധനമായിരിക്കും. അതിൻ്റെ അകത്ത് വെള്ളവും കയറില്ല, പൊടികളും കയറില്ല, ആ സെറ്റപ്പായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാനത് ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സോക്കറ്റ്സാണ്, സിംഗിൾ ഫേസ് ഇൻഡസ്ട്രിയൽ സോക്കറ്റാണ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ മെട്രോ പോലത്തെ കൺസ്ട്രക്ഷൻ പർപ്പസുകൾ ഇതിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നത്. IP44 മോഡലാണ്. പ്രൊട്ടക്ഷൻ 44 ആണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ നിന്നും ചേർത്ത് വെക്കാൻ പറ്റില്ല, ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ 3 ഫേസ് സോക്കറ്റാണ്. അപ്പോൾ ഇതിൽ പിന്നിൻ്റെ എണ്ണത്തിൻ്റെ വ്യത്യാസമാണ്. അതിലൊരു കാര്യം പറയുമ്പോൾ ഇത് മെയിൽ, ഇത് ഫീമെയിൽ. ഓക്കെ, ഇത് മെയിൽ, ഇത് ഫീമെയിൽ. നമ്മുടെ ഹോളുള്ള ഫീമെയിൽ, മറ്റേ മെയിൽ. ഓക്കെ, ഇത് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 3 ഫേസും ന്യൂട്രലും എർത്തിനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. മെയിൽ, ഇതിൽ 2 മെയിലാണ്, മറ്റേ 2 ഫീമെയിലാണ്. എക്സ്പ്ലോഷൻ പ്രൂഫ് സോക്കറ്റാണിത്. ഇത് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് കെമിക്കൽസ് അല്ലെങ്കിൽ ഓയിൽ, ഗ്യാസ് അങ്ങനെയുള്ള എൻവയോൺമെൻറ്റിലാണ്. കാരണം സ്പാർക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. സോ അത് പ്രൂഫ് ചെയ്യാനുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഷേവർ സോക്കറ്റാണ്. നമ്മുടെ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാം ഫോർ ഷേവിങ് പർപ്പസ്. അതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അതിൽ ഇൻബിൽഡായിട്ട് ട്രാൻസ്ഫോമർ, ഡിഫറെൻറ്റ് വോൾട്ടേജസ് വരുന്ന രീതിയിൽ 230, 115 അങ്ങനെ 2 വോൾട്ടേജ് വരുന്ന രീതിയിൽ വരാനുള്ള രീതിയിൽ ഇതിലൊരു ഇൻബിൽഡായിട്ടൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ ഇത് ഫർണിച്ചർ മൗണ്ടഡ് സോക്കറ്റാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പവർ സോക്കറ്റ് ഉണ്ടാവും, VGA പോർട്ട്, മറ്റേ നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളുണ്ട്. അതിൻ്റെ HDMI, USB-ക്കുള്ള പോർട്ടുകൾ, നെറ്റ്വർക്ക്, ഡാറ്റ നെറ്റ്വർക്കിനുള്ള പോർട്ട്, ഓഡിയോയിനുള്ള പോർട്ട്, അങ്ങനെ എല്ലാ സാധനവും കൂടി ചേർന്നുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെ ആയിരിക്കും ഫർണിച്ചർ മൗണ്ടഡ് സോക്കറ്റ് വരുന്നത്. ഇത് ഫ്ലോർ ബോക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു ഇത്ര എണ്ണം ഉണ്ടാവും, എത്ര സോക്കറ്റ്സ് ഉണ്ടെന്ന്. ഈ നമ്മുടെ ബാങ്കറ്റ് ഹോൾ അല്ലെങ്കിൽ റിസപ്ഷൻ ഹോൾ പോലത്തെ സ്ഥലങ്ങളിൽ ഈ വാൾസിലൊന്നും പിടിപ്പിക്കാൻ രക്ഷയില്ലെങ്കിൽ നമ്മളിങ്ങനെ അണ്ടർഗ്രൗണ്ട് പോലെ ഈ സാധനം വയ്ക്കും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് അതിലേക്ക് കണക്ഷൻസ് കൊടുക്കാൻ പാകത്തിന്. പിന്നെ ടാമ്പർ റെസിസ്റ്റൻസ് സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പ്രിംഗ് ലോഡഡ് ഷട്ടർ ഉണ്ടാവും. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ പുതിയ ടൈപ്പ് ഇതിലുള്ള ഷട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ സ്പ്രിങ് ആക്ഷനാണ്. നമ്മുടെ ഓപ്പണിങ്സ് എപ്പോഴും ക്ലോസ് ആയിട്ട് കിടക്കും. അപ്പോൾ രണ്ടിലേക്കും ഒരേപോലെ നമ്മൾ ഇൻസെർട്ട് ചെയ്യുമ്പോഴാണ് ഷട്ടർ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കണക്ഷൻ പോകുന്നത്. അതായത് ഒരു പ്ലഗ് പോലത്തെ സാധനങ്ങളാണ് അതിൻ്റെ അകത്തേക്ക് കടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കമ്പി ഒറ്റ ഇതിൽ മാത്രമൊക്കെ നമ്മൾ എന്തെങ്കിലും കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഇതിലൊരു പിൻ പോലത്തെ ഒരു സാധനം കയറ്റാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലൊന്നും അത് ഷോക്ക് അടിക്കാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ സംവിധാനം ചെയ്തേക്കുന്നത്. ഇത് ഹോസ്പിറ്റൽ ഗ്രേഡ് സോക്കറ്റാണ്. റെസെപ്റ്റക്കിൾ എന്ന് പറയും, അങ്ങനെയും പറയാറുണ്ട്. അതായത് മെയിൻലി നമ്മുടെ ഡിസ്കണക്ഷൻ ഒഴിവാക്കാനുള്ള രീതിയിൽ നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഹോൾസൊക്കെ വരുന്നത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഇത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പണ്ട് ടിൻറ്റു വൺ ജോക്സിലൊക്കെ പഠിച്ച പോലെ ഈ സംഭവം ICUവിൻ്റെ സാധനം ഊരിയിട്ട് ആൾ തട്ടിപ്പോണ പോലത്തെ എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് സോക്കറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ബേസിക് സാധനങ്ങളാണ്. ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സുകൾ, എന്തെങ്കിലുമൊക്കെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലോ അതിന് ജംഗ്ഷൻ ബോക്സ് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ബോക്സുകൾസൊക്കെ ഔട്ട്ലെറ്റൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇതിൽ ജസ്റ്റ് ഇത് മര്യാദയ്ക്ക് കണക്ട് ചെയ്യാണ്ട് നമ്മൾ പ്ലഗ് ഉപയോഗിക്കാണ്ട് കണക്ട് ചെയ്താൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കാണിച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കോണ്ടാക്റ്റ് ലൂസാണെങ്കിൽ അവിടെ സ്പാർക്ക് വരികയും ലാസ്റ്റ് ഇങ്ങനെ കരിഞ്ഞിരിക്കുകയും ചെയ്യും.
ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് റേറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെയാണ് 20 amps, അല്ല ഇവിടെ യൂസ് ചെയ്യാറുണ്ട് 20 ഉണ്ട്, 45, 60, 20 ഒക്കെ യൂസ് ചെയ്യണ കാണാറുണ്ട്. കുക്കർ ഔട്ട്ലെറ്റ് എന്നാണ് ഈ കാണിച്ചതിന് പറയുന്നത്. ഈ സൈഡിലുള്ളത് സ്പർ ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത് 20, 30, 45 എല്ലാം AC പോലത്തെ എക്യുപ്മെൻറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൂടെ നമുക്ക് പല ഓൺ ഓഫ് പർപ്പസിനുള്ള പല സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ വിശദമായിട്ടുള്ള സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. MCB സ്വിച്ച് ഡിസ്കണക്റ്റേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലോഡ് ബ്രേക്ക് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണാം. നമുക്ക് അതിൻ്റെ ഫ്യൂസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പും അല്ലാത്ത ടൈപ്പും ഉണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. എനിവേ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.